പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതീവ ഗൗരവമുള്ള അല്ലെങ്കിൽ അതിഗുരുതരമായിട്ടുള്ള ഒരു വിഷയം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇന്നത്തത് ഞാൻ മാത്രം ഉള്ള ഒരു വീഡിയോ പ്രോഗ്രാമല്ല. ഇന്ന് എൻ്റെ ഒപ്പം വന്നിട്ടുള്ളത് പൊതുപ്രവർത്തകനായിട്ടുള്ള ശ്രീമാൻ സലിൽ അഹമ്മദാണ്. അദ്ദേഹത്തെ വാളയാർ പെൺകുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൻ്റെ സമയത്ത് മുതൽ എനിക്ക് ഉള്ള പരിചയമാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി വാളയാറിലെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അതിനേക്കാളൊക്കെ ഒരു 100 ഇരട്ടി ഗുരുതരമായിട്ടുള്ള ഒരു വിഷയത്തിൽ ഇടപെട്ട് നിൽക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ്. ആ വിഷയം കേട്ടാൽ തന്നെ എൻ്റെ പ്രേക്ഷകർ ഞെട്ടിപ്പോകും. പാലക്കാടിൻ്റെ അതിർത്തി ജില്ലകളിൽ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, സാമൂഹികമായും സാമ്പത്തികമായും ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന പ്രദേശമാണ് പാലക്കാട്. വാളയാർക്ക് ഉൾപ്പെടെയുള്ള പാലക്കാടിൻ്റെ അതിർത്തി പ്രദേശങ്ങൾ. ആ അതിർത്തി പ്രദേശത്ത് കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ 9 വയസ്സിനും 13 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ടുള്ള 28 പേർ മരണപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. മരണപ്പെട്ടവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ മരണപ്പെടുകയല്ല ചെയ്തിട്ടുള്ളത്, അവർ തൂങ്ങി മരിച്ചു എന്നാണ് രേഖ. ഈ 9നും 13നും വയസ്സിനിടയ്ക്കുള്ള 28 ആൺകുട്ടികളും പെൺകുട്ടികളും തൂങ്ങി മരിച്ചു എന്നുള്ളതാണ് രേഖ. അപ്പോൾ എൻ്റെ സുഹൃത്തായിട്ടുള്ള സലിൽ അഹമ്മദ് അതിൻ്റെ പുറകെ പോയി ഫോറൻസിക് സർജന്മാരുമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് അതിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ എടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന ഒരു സംഭവം പുറത്തു വന്നത്. അതായത് 28 പേരിൽ 15ഓളം പേരും കൊല ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് സലിൽ അഹമ്മദ് ഇതുമായി ബന്ധപ്പെട്ട് ഈ ഫോറൻസിക് റിപ്പോർട്ടൊക്കെ എടുത്തപ്പോഴത്തേക്കും പുറത്തു വന്നു. അതിൽ തന്നെ പെൺകുട്ടികൾ ഒന്നിലധികം പെൺകുട്ടികൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടതിൻ്റെ പാടുകളും പരിക്കുകളുമൊക്കെ ഉണ്ടായിരുന്നു. ആൺകുട്ടികളുടെ ഇടയിൽ പോലും ഈ ആൻറ്റിമോർട്ടം ഇഞ്ചുറീസ്, മരിക്കുന്നതിന് മുമ്പുള്ള പരിക്കുകളും കാര്യങ്ങളുമൊക്കെ തന്നെ ലൈംഗിക പീഡനത്തിൻ്റെ സൂചനകൾ നൽകുന്നതായിരുന്നു. അപ്പോൾ ഈ പശ്ചാത്തലത്തിൽ ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്, എങ്ങനെയാണിത് നടന്നത്, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളത് എന്നൊക്കെ ഉള്ളതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് മനസ്സിലാക്കുകയും ഈ അതിഗുരുതരമായിട്ടുള്ള സംഭവം പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുന്നതിൻ്റെ ഭാഗമായി ജനങ്ങളോട് ഇത് പറയുന്നതിന് വേണ്ടിയിട്ടാണ് എറണാകുളത്ത് നിന്നുള്ള എൻ്റെ സുഹൃത്തായിട്ടുള്ള സലിൽ അഹമ്മദിനെ ഞാൻ ഇവിടെ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. അദ്ദേഹം ഇപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. നമസ്കാരം ശ്രീ സലിൽ. അപ്പോൾ എന്താണെന്ന് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് നമുക്കൊന്ന് തുടങ്ങാം എന്ന് എനിക്ക് തോന്നുന്നു. ഇത് ഞങ്ങൾ വാളയാറിലെ പെൺകുട്ടികളുടെ മരണത്തെ സംബന്ധിച്ച് അതിനെതിരെ നടന്നിരുന്ന ആ കുട്ടികൾക്ക് നീതി ലഭിക്കണം എന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു സമരത്തിൻ്റെ ഷാജഹാനൊക്കെ ഭാഗമായ ഞങ്ങളൊരു 60 ദിവസത്തെ സമരം സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നടത്തിയിരുന്നു. 20 ദിവസം എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം എന്ന കാൽനടയായി വന്നിരുന്നു. ആ സമരത്തിൻ്റെ ഒക്കെ ഒരു ഭാഗമായിട്ട്, പക്ഷേ വളരെ സർക്കാരിൽ നിന്ന് വളരെ തിക്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. അതിനൊരു ന്യായം കിട്ടാൻ ഒരു രീതിയിൽ 2021 അതെ, മരിച്ചത് 2017 ഈ സമരം അതെ 2010. അപ്പോൾ ആ സമരത്തിൻ്റെ അതിൻ്റെ ഒരു 3ാമത്തെ കുറ്റപത്രം, അതായത് ഞങ്ങൾ ശക്തമായിട്ട് CBIക്കെതിരെ ആദ്യത്തെ ഒരു കുറ്റപത്രം സമർപ്പിച്ചത് കോടതി ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ എന്ന് പറഞ്ഞ് തള്ളിയപ്പോൾ നമ്മൾ വളരെ ശക്തമായിട്ട് പ്രതിഷേധങ്ങൾ അതിനെതിരെ CBIക്കെതിരെ നടന്നപ്പോൾ അവർ ഒരു കുറ്റപത്രം അമ്മയും അച്ഛനെയും കൂടി പ്രതിയാക്കിക്കൊണ്ടൊരു കുറ്റപത്രം കൊടുത്തു. അപ്പോൾ ആ കുറ്റപത്രത്തിൽ കുട്ടികൾ ആത്മഹത്യയായിരുന്നു എന്നാണ് അതിൻ്റെ അനുമാനം. പക്ഷേ അതിനെ സാധൂകരിക്കാൻ അവർ പല കാരണങ്ങളും കൊണ്ടുവന്നതിൽ ഒരു കാരണം പറഞ്ഞത്, പാലക്കാട് പ്രദേശത്ത് അതിർത്തി ഗ്രാമങ്ങളിൽ ചെറിയ കുട്ടികൾ, അതായത് 13 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ഒരുപാട് ആത്മഹത്യകൾ നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവരൊരു 28 പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതിൻ്റെ കൂടെ സമർപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഇത് ഈ വാളയാർ പെൺകുട്ടികളുടെ മരണവും ആത്മഹത്യയാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മറ്റു വിവരങ്ങൾ. എക്സാക്ട്ലി അതൊരു അനോമലി അല്ല, ഇതൊരു പ്രവണതയാണ് ഇവിടെ എന്നുള്ള ഒരു രീതിയിലാണ് അവരതിനെ അവതരിപ്പിച്ചത്. അതുപോലെ തന്നെയാണ് കുറ്റപത്രത്തിൽ. അപ്പം ഞങ്ങൾക്കിതിൽ ഈ വാളയാറിലെ കുറ്റപത്രം കൊടുത്ത് 1 മാസത്തിനുള്ളിൽ തന്നെ ഹൈക്കോടതി അത് സ്റ്റേ ചെയ്തു. അതിൻ്റെ തമ്മിലുള്ള വാദങ്ങൾ ഇപ്പോൾ കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ ഞങ്ങൾക്കൊരു സംശയം തോന്നി. ഞങ്ങൾ ഇത്
രണ്ട് ഫോറൻസിക് സർജൻസിനെ ഈ ഫുൾ റിപ്പോർട്ട്സ് എടുത്തിട്ട് കാണിച്ചു കൊടുക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇത് നമ്മൾ സാധാരണ കുറ്റപത്രം കൊടുക്കുമ്പോൾ അതിന്റെ എവിഡൻസ് ഡോക്യുമെന്റ്സ് ഒക്കെ ഇങ്ങനെ അതിന്റെ കൂടെ ഉണ്ടാവുമല്ലോ. ആ ഡോക്യുമെന്റ്സ് എടുത്തിട്ട് ഞങ്ങൾ രണ്ട് ഫോറൻസിക് സർജൻസിനെ കാണിച്ചു കൊടുക്കും. അവർ അത് വളരെ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ട് സർക്കാർ ലെവലിൽ വർക്ക് ചെയ്യുന്നവരാണ്, പക്ഷെ അവർക്ക് ഫോർമലായിട്ടൊന്നും എഴുതി തരാൻ പറ്റില്ല. പക്ഷെ അവർ നമ്മളോട് പറഞ്ഞത് ഇതിലൊരു 14 എങ്കിലും മിനിമം 14 to 15 മിനിമം അത് കൊലപാതക സാധ്യതകൾ ഉള്ളതാണ്. അവർ പറഞ്ഞതിൻ്റെ നേരത്തെ ഷാജാൻ സൂചിപ്പിച്ച പോലെ 2-3 കാര്യങ്ങൾ, അതായത് പെൺകുട്ടികളാണെങ്കിൽ സെക്ഷലി, അതായത് 28 റിപ്പോർട്ടുകളും ആത്മഹത്യയാണെന്നും പറഞ്ഞ് എഴുതി തള്ളിയിരുന്നതിൽ വിദഗ്ധന്മാരായിട്ടുള്ള ഫോറൻസിക് സർജന്മാര് പരിശോധിച്ച് നോക്കിയപ്പോഴത്തേക്ക് അതിനകത്തൊരു 14-15 കൊലയായിരിക്കണം ഈ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും എന്നുള്ള ഞെട്ടിക്കുന്ന വിവരമാണ് കിട്ടിയത്. അതാണ് അതിൽ ഇത്. അപ്പൊ അവര് പറയുന്നതിന്റെ ഒരു നമ്മളൊരു ജനറൽ ആയിട്ട് ഒരു കൺക്ലൂഷൻ എടുത്ത 2-3 കാര്യങ്ങളുണ്ട്. ഇതിൽ 50% കേസുകളും പോലീസിന്റെ റിപ്പോർട്ട് തന്നെ പ്രകാരം തന്നെ ആക്സിഡന്റൽ ഹാങ്ങിങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്സിഡന്റൽ ഹാങ്ങിങ് എന്ന് പറഞ്ഞാൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഊഞ്ഞാലിൽ കുടുങ്ങി മരിച്ചു, അല്ലെങ്കിൽ അഴയിൽ എന്തെങ്കിലും സാധനം ഇടാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ അഴയിൽ കുരുങ്ങി മരിച്ചു. അങ്ങനെ നമുക്കൊട്ടും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഇത് പോലീസ് റിപ്പോർട്ടിലുള്ളതാണ്. ഇത് നമ്മൾ ഉണ്ടാക്കുന്ന അങ്ങനെയാണ് ഇവർ സൂസൈഡ് എന്നാണ് അവർ പറയുന്നത്. അപ്പൊ അതിൽ ഏതാണ്ട് 14 കേസ്, 28-ൽ 14 കേസും ഇങ്ങനത്തെ ഉള്ള ഒരു കേസാണ്. ആക്സിഡന്റൽ ഉദാഹരണം അഴയിൽ കുട്ടി, ഇതൊക്കെ ലാസ്റ്റ് കാണുന്ന അഴയിൽ കുട്ടി അഴയിലോട്ട് തുണിയിടാൻ പോയതാണ്, അവിടെ തൂങ്ങി മരിക്കുന്നു. അല്ലെങ്കിൽ ഊഞ്ഞാലിൽ കളിക്കുന്നു, ഊഞ്ഞാലിൽ കെട്ടി തൂങ്ങി മരിക്കുന്നു. അല്ലെങ്കിൽ ജനലിന്റെ കമ്പിയിൽ തോർത്തിട്ട് എന്തോ കളിക്കുമ്പോൾ അങ്ങനെ മരിക്കുന്നു. വളരെ ഒറ്റ ലൈനിലാണ് ഇതൊക്കെ എഴുതി പോകുന്നത് ഇവരുടെ റിപ്പോർട്ടിൽ. അതായത് അത് തന്നെ വളരെ അസ്വാഭാവികമാണ്. കാരണം 9 വയസ്സിനും 13 വയസ്സിനും ഇടയിലുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും ഈ ആക്സിഡന്റലായി മരിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാനുള്ള സാധ്യതയില്ല. വളരെ വളരെ കാരണം എന്താ വെച്ചാൽ ആ പ്രായത്തിലുള്ള കുട്ടികളൊക്കെ ഇതുപോലെ ഒറ്റയ്ക്ക് കളിക്കുമ്പോഴും ഊഞ്ഞാലാടുമ്പോഴും ഒക്കെ മരിക്കുന്നു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അവരുടെയൊക്കെ മാതാപിതാക്കന്മാരൊക്കെ അവിടെ ഇവിടെ ഉണ്ടാവണം. അപ്പൊ ഈ ആക്സിഡന്റൽ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് സ്വാഭാവികതകളുണ്ട്. രണ്ടാമത്തത് ഈ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കേസിൽ ചിലപ്പോൾ ഇതിൽ ഏതാണ്ട് 8ഓളം കേസുകളിൽ സെക്ഷുവലായിട്ട് വയലൻസ് നടന്നതിൻ്റെ ഇത് കാണാം. വയലൻസിന്റെ പാടുകൾ ശരീരത്ത് കാണാം. മാത്രമല്ല ഈ സെക്ഷുവലായിട്ട് വയലൻസ് നടന്നു എന്ന് സംശയം തോന്നുമ്പോൾ ആ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഫോറൻസിക് സർജൻ ഇതിന് സ്വാബ് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ചെയ്യും. സ്വാബ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി പ്രൈവറ്റ് പാർട്സിൽ അവർ അതിൽ നിന്ന് അവിടുത്തെ ദ്രാവകങ്ങളൊക്കെ എടുത്ത് ടെസ്റ്റിന് അയക്കും. ബേസിക്കലി സിമെന്റ് പാർട്ടിക്കിൾസ് അതിലുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് ഈ സ്വാബ് ടെസ്റ്റ് ചെയ്യുന്നത്. സ്വാബ് ടെസ്റ്റ് ജനറലി റേപ്പ് അങ്ങനെ സെക്ഷൽ വയലൻസിന്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് ആണ്. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പല കേസുകളും തെളിയിച്ചിരിക്കുന്ന അങ്ങനെ ഒരു ഇതാണ്. ഈ കേസുകൾ 7 ഇങ്ങനെ അയച്ചിട്ടുണ്ട്. അതിൽ 1-2 ആൺകുട്ടികളും ഉണ്ട് അവരുടെ ഏനൽ റീജിയനിൽ നിന്നൊക്കെ എടുത്തിട്ട് അയച്ചിരിക്കുന്നത്. അപ്പൊ സാധാരണ ഇങ്ങനൊരു ടെസ്റ്റ് നടത്തിയാൽ ആ ടെസ്റ്റിന്റെ റിസൾട്ട് വരുന്നത് വരെയെങ്കിലും ഒന്ന് കാക്കണമല്ലോ. സാധാരണ അതാണല്ലോ, ആ ടെസ്റ്റ് നടത്തുമ്പോൾ അതിന്റെ ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നടത്തിയാൽ ഈ പറയുന്ന ഇതിൽ ഒരു നല്ല ശതമാനം കേസ്, ഓൾമോസ്റ്റ് എല്ലാ കേസുകളിലും ഈ സ്വാബ് ടെസ്റ്റ് റിസൾട്ട് പോലും ഇവർ പരിഗണിച്ചിട്ടില്ല. അതായത് സ്വാബ് ടെസ്റ്റിന് കൊടുത്തു, പക്ഷേ സ്വാബ് ടെസ്റ്റ് എന്ന് പറയുന്ന സാധനം സാധാരണ ഫോറൻസിക് ലാബിൽ അയച്ചു കഴിഞ്ഞാൽ 2-3 മാസം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. പക്ഷേ ഇവർ അതിനു മുമ്പ് സാധാരണ ഈ കേസുകളിൽ ഒരു 1-2 മാസത്തിനുള്ളിൽ ഇതിൽ ക്ലോഷർ റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു സാധനം, ഇതിൽ സാധാരണ ഇതിൻ്റെ ഒരു പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ സാധാരണ ആത്മഹത്യകൾ നടന്ന് അതിൽ വേറെ ബന്ധുക്കൾക്കോ നാട്ടുകാർക്കോ ഒന്നും പ്രത്യേക സംശയങ്ങളൊന്നും ഇല്ലെങ്കിൽ ഒരു ക്ലോഷർ റിപ്പോർട്ട്, ഇങ്ങനെ ഇന്ന ആൾ പറഞ്ഞു ഇത് ഇപ്പൊ ഇതിൽ പറയുന്ന പല ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം, അതിൽ ഒരു കേസ് വളരെ വിചിത്രമായിട്ട്. അല്ല, ഞാനൊക്കെ ചോദിച്ചിട്ട്, അതായത് ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഒന്ന് ആക്സിഡന്റൽ ഹാങ്ങിങ് എന്ന് പറയുന്നത് തന്നെ അസ്വാഭാവികം, അതുണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ അയയിലൊക്കെ തൂങ്ങി മരിച്ചു എന്നൊക്കെ പറയുന്നതൊക്കെ തീർത്തും അസ്വാഭാവികമാണ്. രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈംഗിക പീഡനം നടന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് നടന്നോ ഇല്ലയോ എന്നറിയാനുള്ള സ്വാബ് ടെസ്റ്റ് അയച്ചിട്ട് അതിൻ്റെ റിസൾട്ടിന് കാത്തിട്ടില്ല, അല്ലേ? അപ്പോൾ ഈ 2 അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട്. ഈ 2 അസ്വാഭാവികമായിട്ടുള്ള സംഭവങ്ങളിൽ സ്വാബ് ടെസ്റ്റ് നടക്കുന്നതിന് മുമ്പേ ക്ലോഷർ റിപ്പോർട്ടും കൊടുക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക്
പ്രാഥമികമായി തന്നെ എത്തിച്ചേരാവുന്ന ഒരു സൂചന എന്താണെന്ന് പറഞ്ഞാൽ പോലീസിന് ഇതിൽ വലിയ തോതിലുള്ള പങ്കുണ്ട് എന്നുള്ള ഒരു നിരീക്ഷണത്തിലാണല്ലോ നമുക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ എത്താൻ കഴിയുന്നത് അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇത് രണ്ടിൽ മൂന്നാമതൊരു ഒരു ഞാനിപ്പോ ഈ പറയുന്നതിൽ ഒരു ജനറിക് ആയിട്ടുള്ള സ്വഭാവങ്ങളുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇതിൽ ഒരു 28-ൽ 15ഓളം കേസുകളിൽ ഈ തൂങ്ങി മരിക്കാൻ ഒരു ലിഗേച്ചർ, സാധാരണ പോസ്റ്റ്മോർട്ടം പ്രോട്ടോകോൾ പ്രകാരം ഈ തൂങ്ങി മരിക്കുന്ന ലിഗേച്ചർ, അതിപ്പോൾ തോർത്താവാം, കയറാവാം, നൈലോൺ കവറാവാം, നൈലോൺ കയറാവാം, ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. കാരണം അതനുസരിച്ചായിരിക്കും ഇപ്പം നമ്മൾ ഒരു തോർത്തിട്ടാൽ കഴുത്തിൽ വരുന്ന ആ പാടും ഒരു കയറിട്ടാൽ കഴുത്തിൽ വരുന്ന പാടും ഒക്കെ വ്യത്യാസമാണ്. അപ്പം അതിനൊക്കെ അനുസരിച്ചാണ് അവർ അതിൻ്റെ അവർക്ക് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ്. ഇപ്പം നമ്മളൊരു ഇപ്പം ഇതിലൊരു കേസിൽ ഒരു ചെറിയ കയറിന്റെ പാടാണ് ഇതിലുള്ളത്. പക്ഷെ അവരത് പറഞ്ഞിരിക്കുന്നത് തോർത്തിട്ട് മുറുക്കി ഉള്ള ഒരു സ്റ്റോറിയാണ്. അപ്പൊ ഇതിനെ പൊതുവെ പോലീസ് ഭാഷയിൽ ഇതിനെ സീൻ കോംപ്രമൈസ് എന്നാണ് പറയുന്നത്. അപ്പൊ പോലീസും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആൾക്കാരും ഈ ഇത് തൂങ്ങാൻ ഉപയോഗിച്ച ലിഗേച്ചർ അല്ലെങ്കിൽ കയർ കൊണ്ടുവരാത്തതും തന്നെ ഇതിലെ ഒരു കോംപ്രമൈസ്ഡ് ആയിട്ടുള്ള വേണ്ടിയുള്ള ഒരു അവരത് നമുക്ക് വിചാരിക്കാവുന്ന ഒരു ബോധപൂർവമായിട്ട് ചെയ്യിക്കുന്ന ഒരു സാധനം എന്നുള്ളതാണ്. പിന്നെ അപ്പൊ ഇതാണ് ഇതിലെ മൂന്ന് ജനറിക് ആയിട്ടുള്ള ഒരു പാറ്റേൺസ് നമ്മൾ കാണുന്നത്. പിന്നെ ഷാജാൻ ഇത് പറഞ്ഞ പോലെ ഇതിലെ ഞങ്ങൾ ഇതിന്റെ ഈ പോലീസിന്റെ ഒരു അതിൽ ഏതെങ്കിലും ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഒന്ന് എടുത്തിട്ട് ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരെണ്ണം എടുത്തിട്ട് അതിൽ ദുരൂഹമായിട്ടുള്ള ഈ ലൈംഗിക പീഡന സാധ്യത എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത് നമുക്കൊന്ന് വിശദീകരിച്ചെടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഇത് ഞാൻ ഇതിൽ പേര് പറയുന്നില്ല, കാരണം പേര് കുട്ടികളായത് കാരണം ഇത് പറഞ്ഞില്ല. ഇതിൽ ചിറ്റൂർ പോലീസ് സ്റ്റേഷനിലെ 488/2022 നടന്ന ഒരു കേസാണ്. എത്ര വയസ്സുള്ള ഈ കുട്ടിയാണ്, പെൺകുട്ടിയാണ്, 11 വയസ്സുള്ള പെൺകുട്ടിയാണ് ഇതില്. അപ്പൊ ഇതില് ഒന്നാമത് ഉള്ള ഒരു സാധനം, അതായത് ഈ പറഞ്ഞ നമ്മൾ സ്വാബ് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ഈ കുട്ടിയുടെ ശരീരത്തും അവിടെയും കുറച്ച് മാർക്കുകളൊക്കെ ഉള്ള കാരണം സ്വാബ് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്. സ്വാബ് ടെസ്റ്റിന് അയച്ചിരിക്കുന്നത് അതിനെപ്പറ്റി പക്ഷെ ക്ലോഷർ റിപ്പോർട്ടിൽ ഒന്നും പറഞ്ഞിട്ടില്ല. ടെസ്റ്റിന് അയച്ചിട്ടുണ്ട്, പക്ഷെ അതിന്റെ റിപ്പോർട്ട് വന്നോ അതെങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റി ഒന്നും ഇതിൽ പറഞ്ഞിട്ടില്ല. പിന്നെ രണ്ടാമത്തത് ഇതിൽ പറയുന്നത് കുട്ടി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സാരി കൊണ്ട് ഇവിടെ നമ്മുടെ സീലിങ്ങിന്റെ ഉത്തരത്തിൽ ഇതെന്നാണ് പറഞ്ഞത്, അറിയാണ്ട് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വന്നിരുന്നു എന്നാണ് ഇതിൽ പറയുന്ന മറ്റൊരു ഇത്. പിന്നെ മൂന്നാമത് ഇതിൽ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം, നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു സ്റ്റോറി ആണെങ്കിൽ തന്നെ ഒരു കൊലപാതകത്തിന്റെ ആണെങ്കിലും ആരെങ്കിലും ഇതിൽ പറയണ്ടേ, ഇത് ചിലപ്പോൾ അച്ഛനായിരിക്കാം, അമ്മയായിരിക്കാം, അടുത്ത വീട്ടുകാരായിരിക്കാം, ഇന്ന കാരണങ്ങൾ കൊണ്ടാണ് ഈ കുട്ടി സൂയിസൈഡ് ചെയ്തിരുന്നത് എന്ന് പറയുമ്പോൾ അങ്ങനെ ആ വിറ്റ്നസസിന്റെ പേര് പോലും ഈ ക്ലോഷർ റിപ്പോർട്ടില്ല. ആരോ പറഞ്ഞു, ആരോ കേട്ടു, ആരോ പോലീസ് ആ ഒരു റിപ്പോർട്ട് അതിലെഴുതി. പിന്നെ ഇതിൽ ഏറ്റവും ഇതായിട്ടുള്ള ഈ കുട്ടിയുടെ ശരീരത്ത് 18 ആന്റി മോർട്ടം ഫിസിക്കൽ ഇഞ്ചുറീസ് ഉണ്ട് മരണത്തിന് മുമ്പുള്ള. അതായത് തലയിലും മുഖത്തുമുണ്ട്, ലോവർ ലിംബിലുണ്ട്, ബാക്കിയുള്ള സ്ഥലങ്ങളിലുണ്ട്. അതുപോലെ തന്നെ ഈ ജെനിറ്റൽ എലിഫൈനിങ്, അതിൽ അവരുടെ പ്രൈവറ്റ് പാർട്സിൽ പലതരം മുറിവുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സാധനമാണ്. പക്ഷേ ഇതിലെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും ഇത് നടക്കുമ്പോൾ, നമ്മൾ ഈ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ, ഇപ്പം ഒരാളെ സ്ട്രാങ്കുലേറ്റ് ചെയ്ത് കൊല്ലുവാണെങ്കിലും, അതായത് നമ്മൾ കഴുത്ത് ഞെരിച്ച് കൊല്ലുവോ അല്ലെങ്കിൽ ഒരു കയറിട്ട് കൊല്ലുവാണെങ്കിലും പോലീസിന്റെ ആ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ അവർ എഴുതുന്ന ഒരു സാധനം ഡെത്ത് ബൈ ഹാങ്ങിങ് എന്നായിരിക്കും. കാരണം ഇതെല്ലാം ഹാങ്ങിങ്ങിൽ പെടുന്ന ഒരു സാധനമാണ്. പക്ഷേ അതിൽ ഹോമിസൈഡൽ ഹാങ്ങിങ് എന്ന് പറയുന്ന സാധനമുണ്ട്, സ്ട്രാങ്കുലേഷൻ എന്ന് പറയുന്ന വിവിധ വിഭാഗങ്ങളുണ്ട്. അപ്പോൾ ഈ പോലീസ് ഇത് ഡെത്ത് ബൈ ഹാങ്ങിങ് എന്ന് കാണുമ്പോഴത്തേക്കും ഇത് സൂയിസൈഡായിട്ട് അങ്ങോട്ട് കാറ്റഗറൈസ് ചെയ്ത് അവരതിനെ അങ്ങനെ ഒരു ക്ലോഷർ റിപ്പോർട്ടാണ് ഇതിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇതിലെ ഒരു കേസ്, വളരെ സിമ്പിളായിട്ട്. അതുപോലെ തന്നെ നെക്കിൽ പോലും, അതായത് കഴുത്തിൽ സാധാരണ ഈ കാണുന്ന പാടുകൾ നമ്മുടെ ആ ലിഗേച്ചറായിട്ട് കൺസിസ്റ്റന്റ് അല്ല. ലിഗേച്ചർ ഒരു സാരി എന്ന് പറയുമ്പോൾ കഴുത്ത് കാണുന്ന പാടുകൾ സാരിയോട് സമാനമല്ല, അല്ലെങ്കിൽ കണ്ടിന്യൂസ് അല്ല. ഇപ്പം നമ്മൾ സാധാരണ പോസ്റ്റ്മോർട്ടം ഇത് ചെയ്യുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആവും.
ഇതിന്റെ. പക്ഷെ ഇതിൽ അങ്ങനെയും പോലുമല്ല. അപ്പൊ ഇത് പല കാര്യങ്ങൾ സംശയിക്കാനുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു ഞങ്ങൾ 2 രേഖകളാണ് ഇതിൽ പ്രൈമറി ആയിട്ട്. ഇപ്പൊ ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ മാത്രമല്ല, ഞങ്ങളൊരു ഈ ഒരു സാധനം കിട്ടിയ പിന്നെ ഞങ്ങൾ പാലക്കാട് ഒരു ബാലാതിക്രമ വിരുദ്ധ സമിതി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. ഗ്രൂപ്പുണ്ട്. അവർ ഒരുപാട് അന്വേഷണങ്ങളും ഇതൊക്കെ നടത്തിയിട്ടുണ്ട് ഇതിനെ സംബന്ധിച്ച് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ. അപ്പൊ ആ ഒരു ഇതിൽ തന്നെ ഞങ്ങൾ നടത്തിയിരിക്കുന്ന ഒരു അന്വേഷണങ്ങളിൽ നിന്നൊക്കെ തിരിഞ്ഞ് വരുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലത് ഞങ്ങൾ ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾ കോടതിയിൽ പോയിട്ടുണ്ട്. അത് ഇപ്പൊ അറിയാലോ അല്ലേ. ഞങ്ങൾ ഈ ആദ്യം ഇത് അന്നത്തെ സർക്കാരിനോട് പല സമയങ്ങളിലും ഇതിനെ സംബന്ധിച്ച് ഇതിന്റെ ഒരുപാട് രേഖകൾ കിട്ടാം. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ 2 പ്രൈമറി രേഖകളാണ്. ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, 2 ക്ലോഷ്യർ റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനം. ഈ ക്ലോഷ്യർ റിപ്പോർട്ട് എന്ന് പറയുന്ന സാധനമാണ് സാധാരണ ഇതിപ്പോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, അതായത് വേറെ ആർക്കും പരാതികളൊന്നും ഇല്ലെങ്കിൽ പോലീസ് തയ്യാറാക്കുന്ന ഒരു രേഖയാണ് ക്ലോഷ്യർ റിപ്പോർട്ട്. അത് സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിന് ഫയൽ ചെയ്യും. അതോടുകൂടി ആ കേസ് അവിടെ ക്ലോസ്ഡ് ആണ്. അതിൽ വേറെ കൂടുതൽ അന്വേഷണങ്ങളൊന്നും ഒരു പ്രിലിമിനറി ആയിട്ടൊരു അന്വേഷണം മാത്രമാണ് ഇതിൽ നടക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് കിട്ടാൻ വേണ്ടി ഈ രേഖ. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അപ്പൊ ഇതിലിപ്പോ സംഭവിച്ചിരിക്കാൻ ഇടയുള്ള സാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലുണ്ടായിരുന്ന ദുരൂഹമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും പോകാതിരുന്ന പോലീസ് ഇതിൽ ബന്ധപ്പെട്ട അവർക്കാർക്കും പരാതിയില്ല എന്നുള്ളൊരു ഒരു അലിബയുടെ ഭാഗമായി ഇത് പിന്നെ ക്ലോസ് ചെയ്തു എന്ന് വേണം നമ്മൾ അനുമാനിക്കാം. പരാതി ഇല്ല എന്നുള്ളതിന്റെ ഇതെന്താ വെച്ചാൽ ഇതിലെ ഏറ്റവും വിചിത്രമായിട്ടുള്ള ഒരു കാര്യം, വിചിത്രമല്ല, ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സാധനം, ഇതിൽ നല്ലൊരു ശതമാനവും സമൂഹത്തില് അടിസ്ഥാന വർഗത്തിൽ. ഞാൻ അതിലേക്കാണ് വരുന്നത്. അതായത് നമ്മളിത് കൂടുതൽ ആഴത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള വലിയ വീഴ്ചകൾ മറച്ചു വെക്കുന്നതിൻ്റെ ഭാഗമായി അത് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് സാമൂഹികമായും സാമ്പത്തികമായും പിന്നോക്കം നിൽക്കുന്ന വളരെ കീഴ്ത്തട്ടിലുള്ള കീഴാള വിഭാഗത്തിൽ പെട്ടിട്ടുള്ള കുടുംബങ്ങളിലെ കുട്ടികളാണ് ഇത് എന്നുള്ള അവസരം മുതലെടുത്തുകൊണ്ട് പോലീസിൻ്റെ വീഴ്ച മറച്ചു വെക്കപ്പെട്ടിരിക്കുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഇതിനകത്ത് ബന്ധപ്പെട്ടവർക്ക് ആർക്കും പരാതിയില്ല എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ഇരകളായി നിൽക്കുന്ന കുടുംബങ്ങൾ എന്ന് പറയുന്നത് വളരെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങളായിരിക്കും. സ്വാഭാവികമായും അവരുടെ അടുത്ത് ചെന്നിട്ട് ഇത് അന്വേഷിച്ച് കഴിഞ്ഞാൽ എത്താനൊന്നും പോകുന്നില്ല, ആരും സാധ്യതയില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ നിർബന്ധിപ്പിച്ച് അവരെ പിൻവലിപ്പിച്ചതാവാനുള്ളൊരു സാധ്യത നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ കുടുംബങ്ങൾക്കൊരു ഏജൻസി ഇല്ല. അവർ മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ് എന്നൊക്കെ ഉള്ള ആൾക്കാർ കാരണം പലപ്പോഴും പോലീസ് സ്റ്റേഷനിലൊന്നും. ഇപ്പോൾ വാളയാർ കേസിൽ തന്നെ ആദ്യത്തെ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അമ്മയ്ക്ക് കിട്ടുന്നത് രണ്ടാമത്തെ കുട്ടി മരിച്ചതിന് ശേഷം 40 ദിവസം കഴിഞ്ഞ അന്നാണ് അവർ ഇവർ സെക്ഷലി പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് അറിയുന്നത് തന്നെ. അതിനു മുമ്പ് അവർ ഇത് അറിഞ്ഞിട്ടില്ല. അപ്പം അതൊന്ന്. 2, ഈ പോലീസ് ഇതിൽ ഞങ്ങൾ ആക്ച്വലി ഒരു PIL ആയിട്ട് ഹൈക്കോടതിയിൽ ഫയൽ ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഈ ഒരു വിഷയം ഇപ്പോൾ കുറച്ചും കൂടി ശ്രദ്ധ വരുന്നത്. ഈ PIL ഞങ്ങൾ ഒരു 6 മാസം മുമ്പ് ഹൈക്കോടതിയിൽ കൊടുത്തതാണ്. അതിൻ്റെ രേഖകൾക്ക് വേണ്ടി കൊടുത്തതാണ്. രേഖകളും ഞങ്ങളുടെ ആവശ്യം ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് ഇത് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ആദ്യത്തെ ഒരു 2-3 മാസം ഇത് അന്നത്തെ സർക്കാർ ഇതിനെ നോക്കിക്കണ്ടത് ഇതൊരു സാമൂഹ്യ വിഷയമാണ്. പാലക്കാട് ഉള്ള പ്രത്യേക സാമൂഹികത്തിൽ സാമൂഹികമായിട്ടും വിദ്യാഭ്യാസപരമൊക്കെ പിന്നോക്കം നിൽക്കുന്ന കാരണം അതിനെ ഓവർകം ചെയ്യാൻ നമ്മൾ എന്തൊക്കെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റിക്കൊണ്ടുപോകാനാണ് അന്നത്തെ ശ്രമം നടന്നത്. പക്ഷേ അതിനിടയിലാണ് ഭരണം മാറിയതും പിന്നീട് കോടതി തന്നെ വേറെ ഒരു പുത്യൻ ഉണർവോടെ ഈ വിഷയത്തെ സമീപിച്ചു. അങ്ങനെ കോടതി ഇതിൽ ഏറ്റവും പ്രമാദമായിട്ടുള്ള ഒരു കുട്ടിയുടെ കേസ്, കൊല്ലങ്കോട് ഒരു കുട്ടിയുടെ കേസ്, ഈ 2010 നടന്ന കേസാണ്. ഇപ്പോൾ 16 വർഷമായിട്ട് കേരള പോലീസ് അന്വേഷിക്കുന്ന ഒരു കേസാണ്. ആ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ശരീരം മുഴുവൻ ഇഞ്ചറീസ് ഉണ്ട്, പ്രൈവറ്റ് പാർട്സിൽ സെക്ഷൽ ഓർഗൻസിൽ ഇഞ്ചറീസ് ഉണ്ട്. അപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ സെക്ഷൽ പീഡനം നടത്തുന്നുണ്ടെന്ന് സംശയം പറയുന്നുണ്ട്. അതിനുശേഷം സ്വാബ് ടെസ്റ്റ് നടത്തിയപ്പോൾ സ്വാബ് ടെസ്റ്റിലും സിമെന്റ് പാർട്ടിക്കിൾസ് കണ്ടെത്തിയിട്ടുണ്ട്. അതിനുശേഷം അപ്പോൾ ഇത് ഒരു പ്രശ്നം കേസ് ആയതാണ്. അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷിച്ചു. ക്രൈംബ്രാഞ്ച് വരെ ഒരുപാട് അന്വേഷണങ്ങളൊക്കെ നടത്തി എന്നാണ് അവർ കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷേ എന്തായാലും 2013 ഇത് അൺഡിക്റ്ററ്റബിൾ എന്ന് പറഞ്ഞ് ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കോടതിക്ക് കൊടുത്തു.
കോടതി അത് സമ്മതിച്ചില്ല. കോടതി വീണ്ടും അന്വേഷിക്കാൻ പറഞ്ഞു. അപ്പം ഈ കുട്ടിയെ സെക്ഷലായിട്ട് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതിന് പല വേർഷൻസ് ഞങ്ങളും അവിടെ പോയി ആ സ്ഥലത്ത് പോയി അന്വേഷിച്ചു. അതിന് പല സ്റ്റോറീസ് പറയുന്നുണ്ട്. ഒന്ന് കുട്ടിയുടെ അമ്മാവൻ എന്നുള്ള രീതിയിൽ അച്ഛൻ്റെ അമ്മയുടെ ഭാഗത്ത് നിന്ന്, രണ്ട് കുട്ടിയുടെ അച്ഛൻ തന്നെ. പക്ഷെ അവിടെ നിന്ന് പലരിൽ നിന്ന് കേട്ടിരിക്കുന്ന ഈ കുട്ടിയെ പുറത്ത് കോയമ്പത്തൂരും പല നഗരങ്ങളിലും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടെന്നും ഒക്കെ നമുക്കിത് പറയുന്ന ന്യൂസാണ്. അത് എത്രത്തോളം പക്ഷെ എന്തായാലും ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടതെന്നുള്ള സയന്റിഫിക് എവിഡൻസ് ഉണ്ട്. പക്ഷെ ആ ഒരു കേസ് പോലും അത് ക്രൈംബ്രാഞ്ചിന് അന്വേഷിക്കുന്നിട്ട് പോലും 16 വർഷമായിട്ട് വരും. അപ്പൊ അത് വളരെ ക്രിട്ടിക്കലായിട്ട് കണ്ടിട്ട് ഹൈക്കോടതി അത് CBI എൻക്വയറിക്ക് വേണ്ടി ഏൽപ്പിച്ചു. ബാക്കി ഉള്ള ഒരു 23 കേസിൽ CBIയോട് ഒരു റെസ്പോൺസ് തരാൻ പറഞ്ഞിരിക്കുകയാണ് കോടതി. അതായത് എന്താണ് ഇതിന്റെ പൊസിഷൻ. അത് ബേസിക്കലി അതൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഇതിന്റെ ഡോക്യുമെന്റ്സും ഒരു പക്ഷേ ഈ പറഞ്ഞ FSL റിപ്പോർട്ടും ഫോറൻസിക് റിപ്പോർട്ടും എല്ലാം നോക്കിയിട്ട് എന്താണ് അതിന്റെ ഒരു പൊസിഷൻ, ഇപ്പോഴത്തെ എന്താണ് അതിലൊരു സ്റ്റേറ്റസ് എന്ന് പറഞ്ഞ് ഇത് തരാൻ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ CBIയിലും നമുക്ക് അതിൽ നമ്മൾ ന്യായമായിട്ട് സംശയിക്കണം. കാരണം CBI തന്നെ കൊടുത്തൊരു റിപ്പോർട്ടാണ്, ആത്മഹത്യയാണെന്ന് പറഞ്ഞ് കോടതിക്ക് കൊടുത്തതാണ്. സോ എത്രത്തോളം സുതാര്യമായിട്ട് അതൊരു ചെയ്യും എന്ന് നമുക്കറിയാം. എനിക്ക് അതിനകത്ത് പിന്നെ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യേണ്ടതായിട്ട് എനിക്ക് തോന്നിയൊരു വിഷയം, ഒന്ന്, ഈ നടന്ന മരണങ്ങളെല്ലാം തന്നെ ഏറ്റവും മാർജിനലൈസ്ഡ് ആയിട്ടുള്ള അധസ്ഥിത വിഭാഗങ്ങളിൽ പെട്ട ആൺകുട്ടികളും പെൺകുട്ടികളുമാണ് എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട ഒരു കാര്യം. സ്വാഭാവികമായും സമൂഹത്തിലെ ഏറ്റവും താഴ്ന്ന തട്ടിൽ പിന്നെ ജീവിക്കാനുള്ള വരുമാനം പോലും കിട്ടാതെ ജീവിക്കുന്ന വിഭാഗങ്ങളിൽപ്പെട്ട കുട്ടികളാണ് ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതുപോലെ അങ്ങനെ നടക്കുന്ന പീഡനങ്ങളിലെല്ലാം തന്നെ നിയമം ലംഘിക്കുന്നവരാരാണ്, പ്രതികളെ കണ്ടുപിടിച്ച് അവരെ കുറ്റക്കാരാണെന്ന് കണ്ട് അവർക്ക് ശിക്ഷ മേടിച്ചു കൊടുക്കാനുള്ള ബാധ്യത ഭരണകൂടത്തിനാണ്. ആ ഭരണകൂടത്തിൻ്റെ ഒരു ആമാണ് പോലീസ്. മറ്റത് എന്ന് പറയുന്നത് പ്രോസിക്യൂഷൻ. ഈ രണ്ട് ഭാഗങ്ങളാണല്ലോ പിന്നെ ഭരണകൂടത്തിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള രണ്ട് സാധനങ്ങൾ അതാണല്ലോ. ഇവിടെ ഇതിപ്പോൾ സലീൽ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്താണ്? ഒന്ന്, ഈ ഇരകൾക്ക് നീതി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർണായകമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ട പോലീസ് തന്നെ ഇതിൽ പ്രതികളുടെ ഭാഗത്തു നിന്ന് ഇത് അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഒന്ന് എന്ന് പറയുന്നത് ആക്സിഡൻ്റൽ ആയിട്ടുള്ള പിന്നെ ആത്മഹത്യ ആണെന്ന് പറയുന്നു. രണ്ട്, ഇതുപോലെ ഇത് ലൈംഗിക പീഡനമാണോ എന്നൊക്കെ ഉള്ള നിലയിലുള്ള സ്വാബ് ടെസ്റ്റിന് കൊടുത്തിട്ട് അത് കിട്ടുന്നതിന് മുമ്പേ പിന്നെ ക്ലോഷർ റിപ്പോർട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ഇതുപോലെ ഇവർക്ക് നീതി മേടിച്ചു കൊടുക്കേണ്ട പോലീസ് വിഭാഗം എന്ന് പറയുന്ന സംവിധാനം തന്നെ ഇത് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്നു. രണ്ട്, ഇത് കോടതിയിൽ വരുമ്പോൾ സ്വാഭാവികമായും പോലീസുകാർ ഇത് ക്ലോഷർ റിപ്പോർട്ട് എഴുതി കൊടുത്തു കഴിഞ്ഞാൽ കോടതിയിൽ പോലും ഇത് വരുന്നില്ല. മനസ്സിലായി? അപ്പം മൂന്നാമത്തെ കാര്യം, പോലീസുകാർ ഇതിനകത്ത് പിന്നെ ഈ ഇരകൾക്കെതിരായി ഇടപെടുന്നത് എങ്ങനെയാണ്? ഇത് ക്ലോഷർ റിപ്പോർട്ട് ഉണ്ടാക്കാൻ ഇരകളെ അവർ നിർബന്ധിക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇതിലുള്ള ഏറ്റവും വലിയ വീഴ്ച സംഭവിക്കുന്നത് ഭരണകൂടത്തിനാണ്, സ്റ്റേറ്റിനാണ് എന്നുള്ളതാണ് നമ്മൾക്കിത് ഇതിനകത്ത് നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സ്റ്റേറ്റ് വിചാരിച്ചാൽ മാത്രമേ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുകയുള്ളൂ. നമ്മളിപ്പം പിന്നെ കഴിഞ്ഞ 10 വർഷക്കാലത്തെ സംഭവങ്ങളെ കുറിച്ചിട്ടാണ് നമ്മളിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് എന്ത് നടന്നിട്ടുണ്ടെന്നുള്ളതൊന്നും നമുക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ചർച്ച കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എത്തിച്ചേരേണ്ട ഒരു നിഗമനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു സ്ഥാനം ഭരണകൂടത്തിനാണ്. ഭരണകൂടം എങ്ങനെയാണ് ഇതിനകത്ത് ഇടപെടാൻ പോകുന്നത് എന്നുള്ളതാണ് നിർണായകം. അപ്പം ഇപ്പോഴത്തെ സർക്കാരിനെ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചോ? അവരുടെ പ്രതികരണം എന്തായിരുന്നു? അതും കൂടെ കേട്ടിട്ട് നമുക്കിത് അവസാനിപ്പിക്കാം. അതെ, ഞങ്ങൾ ഈ കോടതിയിൽ നിന്ന് ഈ വിധി വന്നപ്പോൾ, ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ കോടതിയുടെ ഒരു വിധി വന്നപ്പോൾ ഞങ്ങൾ ഈ കേസിന് മൊത്തത്തിൽ ഇത് ഞങ്ങൾ പലപ്പോഴും ഇത് ആദ്യം പറഞ്ഞപ്പോഴൊന്നും പലരും ഇതിനെ വിശ്വസിക്കുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ 28 കുട്ടികളുടെ മരണമാണ്, അതും കൊലപാതകങ്ങൾ, പകുതി കൊലപാതകങ്ങൾ നമുക്ക് തെളിവുകളുണ്ട്. പക്ഷേ ഇതൊരു അർഹിക്കാത്ത
വഹിക്കേണ്ട ഒരു പ്രാധാന്യത്തോട് സമൂഹം ഏറ്റെടുത്തില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ. പക്ഷേ കോടതി എന്തുകൊണ്ടോ അതിൽ ഒരു മെറിറ്റ് കണ്ടു. കോടതി അതിൽ ഇപ്പോൾ ഭാഗ്യമായിട്ടുള്ളൊരു വിധിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇത് കുറച്ച് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിന്റെ എല്ലാ തലങ്ങളിലും മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, ഹോം സെക്രട്ടറി, DGP എല്ലാവരെയും കണ്ടു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇതുവരെയായിട്ട് ഒരു പോസിറ്റീവ് റെസ്പോൺസ് ആണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. ഞങ്ങളുടെ ഒരു ഡിമാൻഡ് ഇതൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം വെച്ച് അന്വേഷിക്കുക. ഈ 28 കേസുകളും 28ൽ ഒരു 3-4 ഇപ്പോഴും വേറെ അന്വേഷണങ്ങൾ കിടക്കുന്നതാണ്. പാലക്കാട് ശശീന്ദ്രന്റെ കേസ്, അങ്ങനെയുള്ള കുറച്ച് ഓൾറെഡി CBIക്ക് അതുകൂടാതെ ഒരു 23 കേസിൽ ഒരു നല്ലൊരു പ്രൊഫൈലുള്ള ഒരു ഉദ്യോഗസ്ഥനെ കൊണ്ട്. കാരണം ഇത് നമ്മുടെ ഇത് ഈ പിള്ളേർ ഒരുപക്ഷെ നമ്മളിപ്പോൾ ഷാജഹാൻ നേരത്തെ സൂചിപ്പിക്കുക, ഇത് ചിലപ്പോൾ കുടുംബങ്ങൾ ഇപ്പം പിള്ളേർക്കുള്ള അതിക്രമങ്ങൾ ഏറ്റവും നടക്കുന്നത് കുടുംബങ്ങളിൽ ഉള്ളിൽ തന്നെയാണ്. ഒരുപക്ഷെ ഉള്ളിൽ തന്നെയായിരിക്കും കുറച്ച് പിള്ളേരൊക്കെ ഇതിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പിള്ളേർ ഇവിടെ സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ സമൂഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി. അവർ അഡൽട്ട് ആവുന്നത് വരെ നമ്മുടെ സമൂഹമാണ് അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു വീട്ടിൽ വളരെ മോശമായിട്ട് ഇപ്പൊ ഈ അടുത്തിടെ വന്ന ഒരു കേസുണ്ട്. അമ്മ തന്നെ രണ്ടാനച്ഛന് ഇത് ചെയ്ത് കൊടുക്കുക. മാതൃഭൂമിയിൽ ഒരു റിപ്പോർട്ട് വന്നതാണ്, ഒരു ഇത് വന്ന്. അപ്പൊ അങ്ങനെയുള്ള കേസുകൾ അത് സമൂഹമാണ്. അപ്പൊ നമ്മൾ പ്രതീക്ഷിക്കുന്നത് സർക്കാരിൽ നിന്ന് ഞങ്ങൾക്ക് ഇതൊരു SIT കൊണ്ട് നല്ലൊരു ഉദ്യോഗസ്ഥനെ കൊണ്ട് ഈ കേസുകളെല്ലാം റീഓപ്പൺ ചെയ്ത് കൊടുക്കുക. അതിനുള്ള സയന്റിഫിക് ആയിട്ട് ഞങ്ങൾ ഒരു പോയി അന്വേഷിച്ച് ചോദ്യം ചെയ്യലൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഞങ്ങൾക്ക് അതിനുള്ളൊരു വേർവിത്തലില്ല. പക്ഷെ എന്നാൽ ഇതിന്റെ ഡോക്യുമെന്ററി ആയിട്ടുള്ള എല്ലാ എവിഡൻസസും നമ്മുടെ കയ്യിലുണ്ട്, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും. കാരണം ഇത് വളരെ ഇതിലൊരു വിചിത്രമായ ഒരു കാര്യം, പോലീസ് ഇത് ഹൈഡ് ചെയ്യാൻ വലിയ കാര്യമായിട്ട് ശ്രമിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ്. സാധാരണ നമ്മളൊരു ക്രൈം ഒക്കെ നടക്കുമ്പോൾ അതിനെ ഒരു തെറ്റ് കള്ളത്തരം ചെയ്യുകയാണെങ്കിൽ അതിനെ ഹൈഡ് ചെയ്യാനുള്ള ഒരു ശ്രമങ്ങൾ ഇത് അതുപോലും നടത്തിയിട്ടില്ല. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് അവർ ക്ലോഷർ റിപ്പോർട്ടിലൊക്കെ എഴുതി. അതായത് ഈ ക്ലോഷർ റിപ്പോർട്ടിൽ ഒരു സ്ഥലത്ത് ആദ്യം തോർത്തെന്ന് പറയും, രണ്ടാമത്തെ സ്ഥലത്ത് കയറെന്ന് പറയും. അപ്പൊ വളരെ കോളസ് ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അവർക്ക് അവരൊരു മൈൻഡ് പോലും അപ്ലൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ സർക്കാർ ഒരു നല്ല റെസ്പോൺസ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾക്കൊരു നല്ല SIT, നല്ല നല്ല പോലീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഒരു SIT ഉണ്ടാക്കി നല്ലൊരു ഉദ്യോഗസ്ഥനും ഫോറൻസിക്സിലൊക്കെ പരിചയമുള്ള ഒരു ഉദ്യോഗസ്ഥരെയും വെച്ചിട്ട് ഇതിൽ അന്വേഷിക്കും തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. കാരണം ഇതിൽ വേറെ ഒരു കാര്യം ഒരു ആഡ് ചെയ്യാനാണ്. കേരളത്തിൽ മൊത്തമായിട്ട് 403 ചൈൽഡ് സൂയിസൈഡ്സ് ആണ്, അതായത് ബിലോ 13 കഴിഞ്ഞ 10 വർഷം നടത്തിയിരിക്കുന്നത്. നമ്മൾ ആ കേസസ് ഒക്കെ റീഓപ്പൺ ചെയ്താൽ ഇതുപോലത്തെ ഒരുപാട്, അതിനെപ്പറ്റി നമ്മളൊന്നും പഠിച്ചിട്ടില്ല, നമുക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല ഇതുണ്ട്, ഇതിലൊരു നല്ല ശതമാനം ഇതുപോലത്തെ കുറേ കേസുകൾ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിൽ എനിക്കൊന്ന് നമ്മൾ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള, വളരെ ഭീതിജനകമായിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് 9-നും 13-നും വയസ്സ് ഇടയ്ക്ക് പ്രായമുള്ള 28 കുട്ടികൾ മരണപ്പെട്ടിരിക്കുന്നു. അതിൽ പകുതിയിലധികവും കൊലപാതകമാകാനുള്ള സാധ്യതയാണ് എന്നതാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളത്. ലൈംഗിക പീഡനം, ആണുങ്ങൾ, പെണ്ണുങ്ങൾ, ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്തു. സുഹൃത്തുക്കളെ, ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൽ ഏതാണ്ട് പൂർണ്ണമായി തന്നെ സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള ഏറ്റവും പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ഇടയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിൽ പോലീസിൻ്റെ വീഴ്ചയാണ് ഏറ്റവും കൂടുതൽ മുഴച്ചു നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു. അത് അവിചാരിതമായിട്ടുള്ള ആക്സിഡൻ്റലായിട്ടുള്ള ആത്മഹത്യയാണ് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഇത് ലൈംഗിക പീഡനമാണോ എന്നുള്ളത് സംബന്ധിച്ചിട്ട് ഉള്ള പരിശോധനയ്ക്ക് അയച്ചിട്ട് ആ പരിശോധന വരുന്നതിന് മുമ്പേ ക്ലോഷർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നു. അപ്പോൾ ഈ നിലയിൽ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിട്ടുള്ള ഈ കൊലപാതകങ്ങളെല്ലാം തന്നെ പോലീസിൻ്റെ വീഴ്ച എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിത്തള്ളുന്ന അതിഭീകരമായിട്ടുള്ളൊരു സംഭവമാണ് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. അതിൽ ഈ ചർച്ച അവസാനിക്കുന്ന സമയത്ത് സലീൽ മുഹമ്മദ് പറഞ്ഞതുപോലെ മറ്റൊരു ഗുരുതരമായിട്ടൊരു വിഷയവും ഇതിനകത്ത് പുറത്തു വരുന്നുണ്ട്. എന്താണ്? 400 ചില്ലുവാനം ബാല ആത്മഹത്യകൾ നടന്നിട്ടുണ്ട്. അതിൽ തന്നെ നല്ല ഭാഗവും ഇതുപോലെയുള്ള കൊലപാതകങ്ങളാവാനുള്ള സാധ്യത വളരെ വലുതാണ് എന്നാണ് കാര്യകാരണ സഹിതം സല്ലം ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയത്തിൽ ഇവർ സുസംഘടിതമായി കുറച്ച് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പിടി
പ്രധാനപ്പെട്ട രേഖകൾ അവർ സമാഹരിച്ച് അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം അത് വളരെ ഉപകാരപ്രദമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഇപ്പം മാറി ഒരു UDFിൻ്റെ നേതൃത്വത്തിലുള്ളൊരു സർക്കാർ വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിലും ജനത്തിന് പ്രതീക്ഷ നൽകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആഭ്യന്തരമന്ത്രി, ഇപ്പോൾ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്ന ആഭ്യന്തരമന്ത്രിയാണ് രമേശ് ചെന്നിത്തല എന്നുള്ള നിലയിലും അദ്ദേഹം ഇതിൽ സജീവമായി ഇടപെടുകയും ഈ വിഷയം പുറത്തു കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ കാര്യക്ഷമതയുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ ഒരു SIT രൂപീകരിക്കുകയും ചെയ്യണം എന്നാണ് പ്രതിപക്ഷ യൂട്യൂബിന് ഇതിനകത്ത് പറയാനുള്ളത്. അദ്ദേഹം അത് ചെയ്യാൻ പ്രാപ്തിയുള്ള ആളാണ് എന്ന് 2 തവണ അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. ഒന്ന്, രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിൻ്റെ ചുമതലക്കാരനായിട്ട് ഷൗക്കത്ത് അലി എന്ന് പറഞ്ഞ ഏറ്റവും നമ്പർ 1 ഉദ്യോഗസ്ഥനെ കൊണ്ടുവന്നു. അതുപോലെ തന്നെ അതിലുപരിയായി ADGP ലോ ആൻഡ് ഓർഡർ എന്ന് പറഞ്ഞ് കേരളത്തിൽ നിന്ന് ഏറ്റവും കാര്യക്ഷമതയുള്ള P. വിജയൻ എന്ന് പറഞ്ഞിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥനെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ആ കാൽപ്പാടുകൾ പിന്തുടർന്നുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കി, ഇത് സമൂഹത്തിൻ്റെ അടിത്തട്ടിലുള്ള വളരെ നിസ്വരായിട്ടുള്ള ജനങ്ങളുടെ ഇടയിൽ ഉണ്ടായിരിക്കുന്ന ഒരു പ്രശ്നമാണെന്നുള്ളത് മനസ്സിലാക്കി ഈ വിഷയം എത്രയും പെട്ടെന്ന് തന്നെ ഒരു കഴിവുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഒരു SIT രൂപീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി എനിക്ക് വളരെയധികം ആത്മബന്ധമുള്ള ഒരാളാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എന്നുള്ളത് കൊണ്ട് ഈ പ്രശ്നത്തിൽ ഈ സല്ലല്ലാഹു അലൈഹി സംഘത്തെയും ഏത് അറ്റം വരെ പോയും അവരെ സഹായിക്കാൻ ഞാനും ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിൻ്റെ ഒരു വിഷയത്തിൽ തന്നെ ഈ UDF സർക്കാർ ഈ വിഷയത്തെ കാണും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ അഭിമുഖം ഇവിടെ അവസാനിപ്പിക്കാം എന്നാണ് തോന്നുന്നത്.